Hello friends, welcome to my channel. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും വെറും രണ്ട് ചേരുവകൾ വെച്ച് നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് പാൽ മുഴുവനായിട്ടും ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് ഹൈ ഫ്ലെയിമിലൊന്നിട്ട് തിളപ്പിക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് മുഴുവനായിട്ടും പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര വേണമെന്നൊന്നുമില്ല കേട്ടോ, പൊടിക്കാത്ത പഞ്ചസാര 1 കപ്പ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി വരണം. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾ കുറച്ചുകൂടി നേരം അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ പാലൊക്കെ ഒന്ന് കുറുകി വരണം. ഒത്തിരി കുറുകി വരേണ്ട ആവശ്യമില്ല, ചെറിയ ഒരു തിക്നെസ് ആയി വരേ വേണ്ടൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഒരു ക്രീം കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന കയ്യിൽ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുമ്പോൾ അതൊന്ന് വരുന്ന പരുവാകുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് അങ്ങനെ 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതാ ഈ ഒരു തിക്നെസ്സായി വരും. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ കാണാമല്ലോ, ഒത്തിരി ലൂസും അല്ല എന്നാൽ ഒത്തിരി കട്ടിയും അല്ല, ഈ ഒരു പാകമാണ് വേണ്ടത്. കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി തിക്നെസ് ആയിട്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.